നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്ന നല്ല വറുത്തരച്ച ചിക്കൻ കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ടേക്ക് 2 അല്ലി വെളുത്തുള്ളി, ഒരു ഹാഫ് സവാള, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില ഇതിട്ടിട്ട് ഒരു 2 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് പട്ട, ഗ്രാമ്പൂ, 2 ഏലക്ക ഇതൊക്കെയാണ്. ഇത് ഓപ്ഷനിലാണ്. അത് കഴിഞ്ഞിട്ട് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം എപ്പോഴും ലോയിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോയിട്ട് കറിയുടെ ടേസ്റ്റ് മാറി വരും, പെർഫെക്റ്റായി വരില്ല. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. എല്ലാ സൈഡിലോട്ടേക്കും ഇളക്കി കൊടുക്കുക. ഇതാ തേങ്ങ ഇപ്പോൾ ഈ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ആകാനുണ്ട്, എന്നാലേ കറിയുടെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് കുറച്ചുകൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. കളർ മാറി വരുന്നുണ്ട്. ഈ സമയത്താണ് നമ്മൾ മസാലകൾ ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി ഇതൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടല്ലോ, നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 സ്പൂൺ കാശ്മീരി ചില്ലിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറ്റേ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. എരിവിനനുസരിച്ച് 1-2 സ്പൂൺ മാറ്റം വരുത്തിയിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം കൂടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഫ്ലെയിം കൂടിപ്പോയാൽ കറിക്ക് കരിഞ്ഞൊരു ടേസ്റ്റ് വരും, പെർഫെക്റ്റായിട്ട് കിട്ടണമെന്നില്ല. ഇതാ നമ്മളെ തേങ്ങയുടെ ഈ വറുത്ത് വെച്ച സംഭവം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ചിക്കനിലോട്ടേക്ക് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മിക്സാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പാനിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ചുള്ളി പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആവശ്യം വരും, അതുകൊണ്ട് അതിനായിട്ട് കുറച്ചെടുത്ത് മാറ്റി വെക്കാം. ഈ സവാളയിലോട്ടേക്ക് കറിവേപ്പിലയും ഉപ്പും ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ സവാള വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഉള്ളി വഴന്നിട്ട് ഈ ഒരു പരുവം ആയിട്ടുണ്ട്. കുറച്ചുകൂടി വഴന്ന് കിട്ടേണ്ട ആവശ്യമുണ്ട്. സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളിയും ഒരു ഹാഫ് കഷ്ണം ഇഞ്ചിയും നന്നായി ചതച്ചെടുത്തത് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായി എല്ലാം കൂടി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ 2 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തക്കാളി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ വലിപ്പം അനുസരിച്ചിട്ട് 1-2 ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ചെറിയൊരു തക്കാളി ആയതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 1 മതിയാകും. ശേഷം നന്നായി ഇളക്കിയിട്ട് ഈ പരുവം ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്.
ഈ സമയത്ത് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ നേരത്തെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂട്ടി മിക്സാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചിക്കൻ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായി യോജിപ്പിച്ചെടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാലകൾ ആവുന്ന പാകത്തിൽ യോജിപ്പിച്ച് ചേർക്കാം. ശേഷം കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അടച്ചു വെക്കാം. 5 മിനിറ്റ് ശേഷം തുറന്നെടുക്കുമ്പോൾ ചിക്കൻ ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി വേവേണ്ട ആവശ്യമുണ്ട്. പിന്നെ വേറൊരു പാനിലോട്ടേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി തിളപ്പിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ തേങ്ങയുടെ കൂട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഒരു തരികളൊന്നും ഉണ്ടാവാൻ പാടില്ല. ആ കൂട്ട് നമുക്ക് ചിക്കനിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ചൂടുവെള്ളം മിക്സിയുടെ ജാറിലോട്ടേക്ക് ഒഴിച്ചിട്ട് എല്ലാം ഒന്ന് ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കണം. കാണുന്നുണ്ടല്ലോ. പിന്നെ നിങ്ങൾക്ക് ഇതിന് എത്ര ഗ്രേവി വേണം എന്ന് നോക്കിയിട്ട് വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഗ്രേവി കുറവാണെങ്കിൽ വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ തിളപ്പിച്ചെടുത്ത വെള്ളം മുഴുവനും കറിയിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നന്നായിട്ട് യോജിപ്പിച്ചിട്ട് തിളപ്പിക്കാൻ വെക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നന്നായി തിളപ്പിച്ചു. ഇതാ നന്നായി തിളക്കുന്നുണ്ട് കറി. കറി എപ്പോഴും വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ ആ ടേസ്റ്റ് മൊത്തത്തിൽ കിട്ടുകയുള്ളൂ, പെർഫെക്റ്റായി വരുള്ളൂ. അതുകൊണ്ട് കറി എപ്പോഴും വെക്കുമ്പോൾ നന്നായി തിളപ്പിച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഇതിലോട്ടേക്ക് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറി നന്നായി തിളക്കുന്നുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് കറി വെച്ചിട്ടുള്ളത്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു പാനിലോട്ടേക്ക് വറുത്തിടാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളിയാണെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം, സവാള ആണെങ്കിൽ അതും എടുക്കാം. എന്നിട്ട് നന്നായിട്ടിത് മുരിച്ചെടുക്കണം. നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ മുരിച്ചെടുക്കണം. ഈ സമയത്ത് കറി നന്നായി തിളച്ചിട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്, വറുത്തിടാണ്ടും വേണമെങ്കിൽ ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കറിക്ക് കിട്ടും. അതുകൊണ്ടാണ് ഇതിട്ട് കൊടുക്കുന്നത്. 2 എണ്ണം മതി, കൂടുതൽ വേണ്ട. ഉള്ളി നന്നായി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കറിയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ വറവ് കറിയിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമ്മൾ മല്ലിയിലയൊക്കെ നന്നായിട്ട് അടിഞ്ഞിട്ടുണ്ട്. കറിയിലോട്ടേക്ക് നല്ലൊരു ടേസ്റ്റാണ് മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഇടുമ്പോൾ. കറി നന്നായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. ഇതിപ്പോൾ ഇനി ചൂടോടെ അല്ലാണ്ട് കുറച്ച് തണിഞ്ഞിട്ട് സെർവ് ചെയ്താൽ നല്ല ടേസ്റ്റായിരിക്കും. കറിയൊക്കെ കുറച്ചുകൂടി കുറുകി തിക്കായിട്ട് വരും. ഗീ റൈസിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തീൻ്റെ കൂടെയാണെങ്കിലും പൊറോട്ടയുടെ കൂടെയാണെങ്കിലും അല്ലെങ്കിൽ നോർമൽ റൈസിൻ്റെ കൂടെയാണെങ്കിലും എല്ലാം നല്ല അടിപൊളി ടേസ്റ്റായ കറിയാണ്. ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അതുവരെ ബായ്.